ഹലോ എവരിവൺ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ ടു വാഷ് ആൻഡ് പോളിഷ് അവർ ബൈക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ബൈക്ക് മെയിൻ്റെനൻസിനെ കുറിച്ച് ഓൾറെഡി ഒരു ടിപ്സ് ആയിട്ടുള്ള കുറച്ച് വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ അതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വാഷിങ്ങിനെ പറ്റിയുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ അതിൽ വന്ന കമൻറ്റിൻ്റെ ബേസിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ക്ലാസിക് ബൈക്കുകളാണ് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടുതൽ പാടായിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ക്രോം പാർട്സ് ആയാലും എൻജിൻ പാർട്സ് ഒക്കെ ആയാലും നമുക്ക് ക്ലീൻ ചെയ്യാനും അത് പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല ബുദ്ധിമുട്ടുള്ളതാണ്. ഇപ്പോൾ എൻ്റെ വണ്ടി നോക്കുകയാണെങ്കിൽ തന്നെ ഞാനങ്ങനെ ഡെയിലി വാഷ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. ഞാനൊരു വീക്കിലിയൊക്കെ സൺഡേസ് ഒക്കെ കിട്ടുമ്പോഴാണ് അങ്ങനെയാണ് വാഷ് ചെയ്യുന്നത്. പൊടിയൊക്കെ കണ്ടാലറിയാം നല്ല രീതിയിൽ പൊടി പിടിച്ചൊക്കെ ഇരിക്കുകയാണ്. കാരണം ഓഫീസിൽ പ്രോപ്പറായിട്ടൊരു പാർക്കിംഗ് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് വണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് നല്ല പൊടിയുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് റോഡിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ടും നല്ല രീതിയിൽ പൊടിയൊക്കെ അടിച്ച് വണ്ടി ആകെ നാശമായിട്ടിരിക്കുകയാണ്. അപ്പോൾ വീക്കിലി ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ വണ്ടി ആ ഒരു 1 വീക്ക് ഓടി കഴിയുമ്പോഴത്തേക്കും നല്ലോണം പൊടിയൊക്കെ പിടിച്ച് ആകെ അലമ്പാവും. ഇപ്പോൾ ഡെയിലി വാഷ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം എൻ്റെ ഒരു കൈൻഡ് ഓഫ് വാഷിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം പിടിക്കുന്ന ഒരു പ്രോസസ്സാണ്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകി കളയാവുന്നതാണ് ഈ പൊടിയൊക്കെ. ഇപ്പോൾ വീലുമ്മയിലേക്കൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം ആ ചെയിൻ ലൂബും പൊടിയും എല്ലാം കൂടിയും പിടിച്ച് കറുത്തിരിക്കുകയാണ് ബാക്കിലെ വീലൊക്കെ. ഇപ്പോൾ ചെയിനൊക്കെ ആയാലും നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി അത്യാവശ്യം എനിക്ക് നല്ല ഓട്ടം ഉള്ളതുകൊണ്ട് ഒരു 1 വീക്ക് ഓടിക്കുമ്പോഴത്തേക്കൊക്കെ ഒരു 500 കിലോമീറ്റർ ഏകദേശം കവറായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വാഷിങ്ങിന് മുമ്പ് ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ചെയിൻ എങ്ങനെയുണ്ട്, ലൂസാണോ എങ്ങനെയുണ്ടെന്നുള്ളതാണ് ചെയിൻ്റെ കണ്ടീഷൻ. ലൂസാണെങ്കിൽ നമ്മുടെ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ 500 കിലോമീറ്റർ കൂടുമ്പോൾ ചെയിൻ ലൂബ് ചെയ്യണം. അപ്പോൾ ഞാൻ വീക്കിലി ചെയ്യുമ്പോൾ വണ്ടി ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ ചെയിൻ ലൂബ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ്. പിന്നെ വണ്ടി എപ്പോഴും ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ താഴേന്ന് മുകളിലേക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം താഴെ ക്ലീൻ ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. എൻജിൻ പാർട്സ് ആയാലും ചെയിൻ ആയാലും വീൽസ് ആയാലും. അപ്പോൾ ഈ ചെയിൻ ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അത് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്സ്പോളിൻ്റെ എൻജിൻ ഡീഗ്രീസറാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഡീഗ്രീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചെയിൻ ആയാലും ബാക്കിലെ റിം ആയാലും. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു പാത്രം അതെടുക്കാൻ വേണ്ടി, പിന്നെ ചെയിൻ ക്ലീൻ ചെയ്യുന്ന ആ ഒരു ബ്രഷ്, ഇത് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ ഒരു നമ്മുടെ നോർമൽ ടൂത്ത് ബ്രഷും കൂടി എടുക്കുക. അപ്പോൾ ഇത് വെച്ച് എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഡീഗ്രീസർ ഉപയോഗിക്കുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് മാത്രം ഇത് ഉപയോഗിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് പക്കയായിട്ട് കിട്ടില്ല. അപ്പോൾ അത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ നോർമൽ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുക. അത് ടൂത്ത് ബ്രഷിൽ നല്ലോണം ഡീഗ്രീസർ ആക്കിയിട്ട് ചെയിനിൽ നൈസായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് കൊടുക്കുക. ചെയിനിൻ്റെ ചുറ്റും മുകളിലും താഴെയും 2 സൈഡിലും മൊത്തത്തിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് കൊടുക്കുക. ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ചെയിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മാറി വരുന്നത് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻജിനും വീലും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കാണ് സത്യത്തിൽ ഈ ചെയിൻ എന്ന് പറയുന്നത്. ചെയിൻ പ്രോപ്പറായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈലേജിനെയും പിന്നെ വണ്ടിയുടെ എൻജിൻ്റെ ആ ഒരു പെർഫോമൻസിനെയും എല്ലാത്തിനെയും എൻജിൻ്റെ ലൈഫിനെ വരെയും ഈവൻ ഇത് ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ചെയിൻ എപ്പോഴും പക്കയായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുനടക്കാൻ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ ചെയിനിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ചെയിൻ ക്ലീൻ ചെയ്യുന്ന ബ്രഷ് ഉപയോഗിച്ചിട്ട് വണ്ടി ഒന്ന് റണ്ണിങ്ങിലിട്ടിട്ട് ചെയിനിൽ നന്നായിട്ടൊന്ന് പിടിച്ചു കൊടുക്കുക. അപ്പോൾ ചെയിൻ്റെ ഇടയിലിരിക്കുന്ന ചെറിയ ചെറിയ അഴുക്കുകളും കാര്യങ്ങളും പൊടികളും എല്ലാവരും നല്ല രീതിയിലൊന്ന് ഇളകി കിട്ടും. അതിനുശേഷം കുറച്ച് വെള്ളവും കൂടിയും അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ അത് ചെയിൻ ക്ലീൻ ചെയ്യുന്ന ബ്രഷ് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നല്ല പുത്തൻ ചെയിൻ പോലെ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ചെയിൻ ക്ലീൻ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചെയിൻ നല്ല ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലേക്ക് വന്നിട്ട് നല്ല തിളങ്ങണ ഒരു ചെയിനായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വീലും ചെറുതായിട്ടൊന്ന് ഡിഗ്രീസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ക്ലോസപ്പ് ആയിട്ട് കാണിച്ചു തരാം. കണ്ടോ, വീലും ചെയിനൊക്കെ കണ്ടോ നല്ല പുത്തൻ ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലേക്ക് ആയിട്ടുണ്ട്. ഇത് ശരിക്കും വീലൊക്കെ ക്ലീൻ ചെയ്യാൻ ആളുകൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നത് ഞാനായാലും മുമ്പ് ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷം ഇത് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് നമുക്ക് ഈ എൻജിൻ്റെ ഈ പാർട്സ് ആയാലും എൻജിൻ്റെ ആ ഒരു കവറ് കാര്യങ്ങൾ, പിന്നെ വീല്, സൈലൻസർ,
ആ ഒരു ഭാഗങ്ങളൊക്കെ മൊത്തം നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. ഇതുപോലുള്ള ഡീഗ്രീസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് നമ്മൾ പെയിന്റ് ഉള്ള ഭാഗത്തൊന്നും മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. കാരണം ഇത് നമ്മുടെ പെയിന്റിനെ ഫെയ്ഡ് ആക്കാൻ നല്ല രീതിയിലുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പെയിന്റ് ഉള്ള ഭാഗത്തൊന്നും ഡീഗ്രീസർ ഉപയോഗിക്കാതിരിക്കുക. അപ്പൊ ഇതുപോലുള്ള ബ്രഷ് ഉപയോഗിച്ച് മാത്രം ഇത് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ചില ആളുകൾ ഈ ഹാർഡായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ആ ഒരു സ്റ്റീൽ പ്ലേറ്റിങ് കവറിങ്ങും കാര്യങ്ങളൊക്കെ പോയി അതിൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഭംഗി പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൺ തുണിയോ കോട്ടൺ വേസ്റ്റോ വെച്ച് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതുപോലുള്ള ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് ഇതാണ്. നമ്മുടെ മൊത്തം ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല, താഴെയുള്ള ഒരു മെറ്റൽ പാർട്സ്, അതായത് ക്രോമിയം പ്ലേറ്റിംഗ് ഉള്ള പാർട്സ്, 2 വീല്, പിന്നെ സൈലൻസർ, ആ എഞ്ചിൻ്റെ ആ ഒരു പാർട്സ്, അതൊക്കെ നമ്മളിപ്പോൾ അത്യാവശ്യം ഡീഗ്രീസർ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. കാരണം ഭയങ്കരമായിട്ട് അഴുക്ക് പിടിച്ച് ഇരിക്കുന്ന ആ ഒരു പാർട്സ് ഒക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു തിളക്കവും ആ ഒരു ഷൈനിങ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ താഴത്തെ ഉള്ള ഒരു ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് ഓവറായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബോഡിയിലേക്കുള്ള ക്ലീനിങ് ആണ് ഇനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ബോഡി പാർട്സ് ക്ലീൻ ചെയ്യാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് ആണ്. അപ്പോൾ ഈ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് ഇങ്ങനെ ബോഡി കൊണ്ടൊന്നും തുടയ്ക്കാൻ പാടില്ല. അങ്ങനെ വൈപ്പ് ചെയ്യുന്നതാണ് ആളുകൾ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക്. കാരണം പൊടി പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ ഇതേപോലുള്ള ക്ലോത്ത് കൊണ്ടുവന്ന് അത് വൈപ്പ് ചെയ്ത് കളയുമ്പോൾ ആ ടൈമിലൊന്ന് ക്ലീനായി കിട്ടുമെങ്കിലും ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ അതിൽ വരും. അപ്പോൾ അത് നമുക്ക് നോർമലായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ അതിന് ഫസ്റ്റായിട്ട് ഇതേപോലെ വെള്ളം എടുത്തിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ചീറ്റിച്ച് ഒഴിക്കുക. അപ്പോൾ അതിൽ ഉള്ള ചെറിയ ചെറിയ പൊടികളായാലും ചെറിയ കല്ലിൻ്റെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും തെറിച്ചങ്ങോട്ട് പൊക്കോളും. അപ്പോൾ നമുക്ക് പിന്നെ അത് ക്ലീൻ ചെയ്യുമ്പോൾ അധികം സ്ക്രാച്ചുകളും കാര്യങ്ങളൊന്നും ബോഡിയിൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ വെള്ളം ഒഴിക്കുന്നത്. ഫസ്റ്റ് വെള്ളം ഇതേപോലെ ഒരു ബക്കറ്റിലെടുത്തിട്ട് ഒന്നല്ലെങ്കിൽ കപ്പിൽ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ചീറ്റി ഒഴിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഓസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ അത് ഉപയോഗിച്ച് നല്ല പ്രഷറിൽ അങ്ങോട്ട് അടിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ പ്രഷർ വാഷർ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അത് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം പിന്നെ ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് കിടക്കാൻ. ഫസ്റ്റ് ഇതുപോലെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് കൈ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്യാം. കൈ വെച്ച് ഇങ്ങനെ വൈപ്പ് ചെയ്യണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മളിതുപോലെ വെള്ളം ഒഴിച്ചിട്ട് പോലും പോവാത്ത ചെറിയ പൊടി കഷ്ണങ്ങളോ അല്ലെങ്കിൽ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ കൈ വെച്ച് നമുക്ക് വൈപ്പ് ചെയ്യുമ്പോൾ കയ്യിൽ തടയും ആ തരികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനത്തെ തരികളുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തുണി വെച്ചാണ് വൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ തുണിയിൽ അതിരുന്നിട്ട് അത് തന്നെ സ്ക്രാച്ച് ഉണ്ടാക്കാൻ ചാൻസ് ആവും. അപ്പോൾ നമ്മൾ കൈ വെച്ച് വൈപ്പ് ചെയ്ത് കളയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു പൊടികളൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്കത് കളഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടി നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ വൈപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ബോഡി പാർട്സ് മാത്രം നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ കൈയൊക്കെ വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് അങ്ങോട്ട് കളയുക ആദ്യം. എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് ഷാമ്പു അപ്ലൈ ചെയ്യാൻ. അപ്പം നമ്മുടെ വണ്ടി അത്യാവശ്യം ക്ലീനായി കിട്ടിയിട്ടുണ്ട്. നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച് ആ ഒരു ബോഡിയിലുണ്ടായിരുന്ന പൊടികളും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് നല്ലൊരു ഷാമ്പു ആണ്. അപ്പോൾ ഇതിനായിട്ട് ഇതുപോലെയുള്ള ക്ലിനിക് പ്ലസ് പോലുള്ള തലയിൽ ഉപയോഗിക്കുന്ന ഷാമ്പുകളൊന്നും മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. അത് മാറ്റിയിട്ട് വണ്ടി കഴുകുന്ന ഷാമ്പു ഇപ്പോൾ ഇതുപോലെയുള്ള സാക്ഷെ പാക്കുകൾ, ചെറിയ 5 രൂപയുടെ പാക്കറ്റുകളൊക്കെ നമ്മുടെ നോർമലായിട്ടുള്ള എല്ലാ കടകളിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെയുള്ള വണ്ടി കഴുകുന്ന ഷാമ്പു തന്നെ മാക്സിമം നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തലയിലിടുന്ന ഷാമ്പു ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ പെയിന്റിനെ ഫെയ്ഡ് ആക്കാൻ നല്ല രീതിയിലുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഷാമ്പുകൾ മാക്സിമം ഉപയോഗിക്കുക. ഇതെന്തായാലും ഒരു 5 രൂപ അത്രയൊക്കെ വരുന്നുള്ളൂ ഒരു പാക്കറ്റ്. അത് നമുക്കൊരു വണ്ടി കഴുകാൻ ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കുന്ന ഒരു 5 രൂപയുടെ പാക്കറ്റ് ധാരാളം മതി. അപ്പോൾ ഇതുപോലെ അതൊരു ബക്കറ്റിലേക്ക് എടുത്തിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിയിലൊന്ന് പതപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ മൈക്രോ ഫൈബർ ക്ലോത്ത് കൂടി അതിനകത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാനും നല്ലോണം മൈക്രോ ഫൈബർ ക്ലോത്തിലും കൂടിയും കിട്ടും. എന്നിട്ട് അതെടുത്തിട്ട് നമ്മുടെ ബോഡി പാർട്സിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വണ്ടി വാഷ് ചെയ്യുന്ന ടൈം ഒരു ഉച്ച ടൈമൊക്കെ ആണെങ്കിൽ നല്ലോണം ചൂട് വെയിലൊക്കെ ഉള്ള ടൈമിനാണെങ്കിൽ ഇത് പെട്ടെന്ന് ഉണങ്ങി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷാമ്പു ഇടുമ്പോഴായാലും വെയിലും അതേപോലെ ചൂടൊക്കെ ഉള്ള ടൈമിനാണെങ്കിൽ ഓരോരോ ചെറിയ പാർട്സ് ആയിട്ട് വാഷ് ചെയ്ത് പോവാം. ഫസ്റ്റ് ടാങ്ക് വാഷ് ചെയ്യുക, എന്നിട്ട് ഷാമ്പു അപ്ലൈ ചെയ്ത് അതൊന്ന് വാഷ് ചെയ്തിട്ട് അപ്പോൾ തന്നെ വെള്ളം ഒഴിച്ച് അത് കഴുകി കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പാർട്ടിലേക്ക് വരാം.
പിന്നെ മഡ് ഗാർഡ്, അങ്ങനെ ഓരോരോ പാർട്ടായിട്ട് ക്ലീൻ ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഇത് ഉണങ്ങി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ക്ലീൻ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഷാമ്പൂ ഒക്കെ ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കുറച്ചുകൂടി വെള്ളം എടുത്തു കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് പാറ്റിച്ച് ഒഴിക്കുക. ഇതേപോലെ ചീറ്റി ബോഡിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ട് ആ മൈക്രോ ഫൈബർ ക്ലോത്ത് ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ആ ക്ലോത്ത് തന്നെ ഒന്നുകൂടി എടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് ആ ഷാമ്പു ഒരു തരി പോലും ബോഡിയിൽ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിൽ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. കാരണം ഷാമ്പു ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ പിന്നെ ഇനി പോളിഷ് അപ്ലൈ ചെയ്യുമ്പോൾ അതും പോളിഷ് പക്കയായിട്ട് പിടിക്കാതെ വരും. അപ്പോൾ അതിന് നല്ലത് ഷാമ്പു നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പോളിഷ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഫുള്ള് ഷാമ്പു നമ്മൾ കളഞ്ഞ് നല്ല പക്കയായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് ആ ക്ലോത്ത് തന്നെ ഉപയോഗിച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം നമുക്ക്. പിന്നെ ഇത് നമ്മൾ എത്രയൊക്കെ ഡ്രൈ ആക്കി പക്കയായിട്ട് ക്ലീൻ ചെയ്താലും ഇതിൽ ചെറുതായിട്ട് ഒരു ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഡ്രൈ ആക്കി കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിലത്ത് അല്ലെങ്കിൽ കുറച്ച് നേരം അവിടെ അത് ഒന്നുകൂടി നല്ല രീതിയിൽ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ട് മാത്രം നമ്മുടെ പോളിഷ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു 100% റിസൾട്ട് നമുക്ക് കിട്ടാതെ വരും. പിന്നെ കുറേ ആളുകൾ ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്കാണ് നമ്മൾ ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഓയിൽ ഉപയോഗിക്കുന്നത്. ഓയിൽ ഉപയോഗിച്ച് നമ്മുടെ പെയിൻ്റുള്ള പാർട്സൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഓയിൽ ഉപയോഗിച്ച് അത് തുടയ്ക്കുന്നത് വഴി കൂടുതലായിട്ട് നമ്മുടെ പെയിൻറ്റ് ഫെയ്ഡ് ആകാനും പിന്നെ നമ്മുടെ കൂടുതൽ പൊടികളൊക്കെ പിടിച്ചിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ആരും ഓയിലൊന്നും ഇട്ട് വണ്ടി തുടയ്ക്കാതിരിക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മുടെ ഇതുപോലുള്ള നല്ല രീതിയിലുള്ള പോളിഷുകളൊക്കെ മേടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഷൈനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി ഫുള്ളായിട്ട് നല്ല രീതിയിൽ ഡ്രൈ ആയി എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് നേരെ പോളിഷ് എടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന പോളിഷ്. മെൻസെർണ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ പോളിഷാണ്. ഞാൻ ഇതിനു മുന്നേ 3Mൻ്റെ പോളിഷാണ് ഉപയോഗിച്ചിരുന്നത്. അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പോളിഷ് തന്നെയാണ്. പിന്നെ മെൻസെർണയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3Mൻ്റെ അത്ര സ്റ്റിക്കി അല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിന് മുന്നേ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഓരോ ഡ്രോപ്പായിട്ട് നമുക്ക് പോളിഷ് ചെയ്യേണ്ട ഭാഗത്ത് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ വെസ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലെടുത്തിട്ടായാലും ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബോഡി പാർട്സിൽ എല്ലായിടത്തും ചെറിയ ചെറിയ ഡ്രോപ്പായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു ചെറിയ കോട്ടൺ തുണി അല്ലെങ്കിൽ കോട്ടൺ വേസ്റ്റ് ഇതുപോലെ എടുക്കാം. എന്നിട്ട് അത് വെച്ച് വേണം നമുക്കിത് വൈപ്പ് ചെയ്യാൻ. അപ്പോൾ അത് വെച്ച് ഇതുപോലെ റൗണ്ടായിട്ട് ചെറിയ റൗണ്ടായിട്ട് ഇതുപോലെ വൈപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ റൗണ്ടായിട്ട് ഇതുപോലെ വൈപ്പ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും നല്ല രീതിയിൽ ആവുകയും ചെയ്യും. നമുക്ക് ആ ഒരു പക്ക ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ റൗണ്ടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ റൗണ്ടായിട്ട് ഫുള്ളായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ഡ്രൈ ആയിട്ടുള്ളൊരു കോട്ടൺ തുണി വെച്ച് തന്നെ നമുക്ക് ഒന്നുകൂടി ഇതുപോലെ റൗണ്ടായിട്ട് വൈപ്പ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ആ പോളിഷ് ഫുള്ള് പോയി കഴിയുമ്പോൾ അതിൻ്റെ ഒരു മാജിക് നിങ്ങൾക്ക് ശരിക്കും ഇപ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും. അത് പോളിഷൊക്കെ മാറിക്കഴിയുമ്പോൾ ആ പെയിൻറ്റിൻ്റെ ആ ഒരു തിളക്കം ശരിക്കും ഒരു ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലേക്ക് വരും. ശരിക്കും ഒരു മിററിലേക്ക് നോക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടാവും. ബ്ലാക്ക് കളർ വണ്ടിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു മിററിലേക്ക് നോക്കുന്ന ഒരു ഫീൽ ശരിക്കും കിട്ടുന്നുണ്ട്. നമുക്കിത് 1-2 പ്രാവശ്യം വേണമെങ്കിൽ ഇതുപോലെ പോളിഷ് ഇട്ട് ഇതുപോലെ വൈപ്പ് ചെയ്ത് ഡ്രൈ ചെയ്ത് കളയാവുന്നതാണ്. അങ്ങനെ ഒരു 2 പ്രാവശ്യമൊക്കെ പോളിഷ് ഇട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സെറാമിക് കോട്ടിംഗ് ഒക്കെ ഇട്ട് ആ ഒരു ഫീലിംഗ് ശരിക്കും കിട്ടുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടിയിൽ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റബ്ബിംഗ് കോമ്പൗണ്ടോ അല്ലെങ്കിൽ സ്ക്രാച്ച് റിമൂവൽ വാക്സ് എന്നൊക്കെ പറഞ്ഞ് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ഉണ്ട്. 3Mൻ്റെ പ്രോഡക്റ്റ്സ് ഞാൻ ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ട്. റബ്ബിംഗ് കോമ്പൗണ്ട് 3Mൻ്റെ നല്ല പ്രോഡക്റ്റാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങളുടെ ചെറിയ സ്ക്രാച്ചുകൾ, ഇപ്പോൾ പെയിൻറ്റ് കട്ടാവാത്ത സ്ക്രാച്ചുകളൊക്കെ നമുക്ക് അത് ഉപയോഗിച്ച് റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ പോളിഷ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ വണ്ടി നല്ല ഷൈനിങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. സ്ക്രാച്ചൊന്നും അധികം അറിയുമില്ല. അപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി പോളിഷൊക്കെ കഴിഞ്ഞ് വണ്ടി നല്ല കുട്ടപ്പനായുണ്ട്. നല്ല പുത്തൻ ബ്രാൻഡ് ന്യൂ ലുക്കിലേക്ക് വണ്ടി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ ഒരു കാര്യം കൂടി ചെയ്യാനുള്ളൂ, ചെയിൻ ലൂബ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയിൻ ലൂബ് ഇതുപോലെ എല്ലാ സൈഡിൽ നിന്നും നന്നായിട്ട് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചെയിൻ ലൂബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ട് അപ്ലൈ ചെയ്യരുത്. കാരണം ചെയിൻ ലൂബ് ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീലിലേക്കും ഒക്കെ ഭയങ്കരമായിട്ട് തെറിക്കും. അപ്പോൾ ഈ ചെയിൻ ലൂബ് തെറിച്ചിരുന്നുണ്ടെങ്കിലും പൊടിയും പിടിച്ച് അത് ആകെ ഒരു മെനകേടായിട്ട് പിന്നീട് മാറുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ചെയിൻ ലൂബൊക്കെ ചെയ്യാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് കണ്ട വണ്ടി നല്ല പുത്തൻ ഒരു കണ്ടീഷനിലേക്ക് മാറിയിട്ടുണ്ട്.
ശരിക്കും നമ്മൾ ഇത്രയും നേരം ഇരുന്ന് കഷ്ടപ്പെട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കുന്നതിൻ്റെ ആ ഒരു ഫൈനൽ ഔട്ട് കിട്ടുമ്പോഴാണ് നമ്മുടെ ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടുന്നത്. ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. നമ്മൾ ഭയങ്കരമായിട്ട് പൊടിയൊക്കെ പിടിച്ച് ആകെ അലമ്പായിട്ടിരുന്ന വണ്ടി ഫുള്ള് ക്ലീൻ ചെയ്ത് ഒരു ബ്രാൻഡ് ന്യൂ ലുക്കിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് കുറച്ച് പേർക്കെങ്കിലും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.